നമ്മുടെ നാട്ടിലൊക്കെ ഒരു വ്യക്തിയെ കാണാതെ പോയാൽ നമ്മൾ എന്താ ചെയ്യുക? പെട്ടെന്ന് നമ്മുടെ നാട്ടിലെല്ലാം അദ്ദേഹത്തെ തിരയും. നിങ്ങൾ കണ്ടവരുണ്ടോ, ഇന്നാരെ കണ്ടവരുണ്ടോ, നാട് നെടുനീളെ അന്വേഷിക്കും. അങ്ങനെ കണ്ടു കിട്ടുന്നില്ല എങ്കിൽ പെട്ടെന്ന് താമസിയാതെ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുക്കും. ഇന്നടുത്ത് ഇന്നാരെ, അല്ലെങ്കിൽ ഇന്ന ഞങ്ങളുടെ മാതാവിനെ അല്ലെങ്കിൽ പിതാവിനെ, കുഞ്ഞുങ്ങളെ കാണുന്നില്ല, ഇന്നലെ മുതൽ അല്ലെങ്കിൽ ഇത്ര ദിവസം കൊണ്ട് മിസ്സിംഗ് ആണ് എന്നൊക്കെ നമ്മൾ ഒരു പരാതി കൊടുക്കും. പോലീസുകാർ അതിനുശേഷം നാടെങ്ങും പിന്നീട് ആ പരാതിയുടെ സ്വഭാവം അനുസരിച്ച് ഗൗരവമുള്ള കേസാണെങ്കിൽ രാജ്യത്തെല്ലായിടത്തും പിന്നെ വിദേശങ്ങളിലും എല്ലാം ഇദ്ദേഹത്തെ പറ്റി ഒരു അന്വേഷണം നടത്തും. എന്നാൽ തിരുവചനത്തിൽ ഒരു വ്യക്തിയെ കാണാതായ വിഷയത്തെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മുടെ ധ്യാനത്തിനായി നമുക്ക് തന്നിരിക്കുന്നത്. കാണാതെ പോയ വ്യക്തി ഒരു വാർദ്ധക്യം ചെന്ന ഒരു മനുഷ്യനും കൂടെ ഒക്കെ ആണെങ്കിലോ അന്വേഷണത്തിന് ഗൗരവം കൂടും. എല്ലാവരും അന്വേഷിക്കും, അയ്യോ പ്രിയപ്പെട്ട പിതാവ് എവിടെ പോയി. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് നമുക്ക് തരുന്നതായ വചനം ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം. ഹാനോക്ക് 300 വർഷം ദൈവത്തോടുകൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു. അതിന്റെ 24-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നതിനാൽ ദൈവം അവനെ എടുത്തുകൊണ്ടു, അതിനാൽ അവനെ കാണാതെയായി. ദൈവത്തിന് സ്തോത്രം. ഒരു പക്ഷെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത് ആ കാലത്ത് ഹാനോക്കിനെ കാണാതാകുന്നത് ഒരു സ്ഥിരം സംഭവമാണ്. 300 വർഷം താൻ ദൈവത്തോടുകൂടെ നടക്കുകയും ചെയ്യുന്നുണ്ട്, കുടുംബജീവിതം ചെയ്യുന്നുണ്ട്, സാമൂഹിക ജീവിതം ചെയ്യുന്നുണ്ട്, തന്നെ പലരും കാണുന്നുണ്ട്. എങ്കിലും അധികം ആർക്കും കാണാൻ കഴിയാത്തതായ ഒരു വ്യക്തിപരമായ ഒരു അനുഭവം ഹാനോക്കിൽ ഉണ്ടായി. അതെന്താണെന്ന് വെച്ചാൽ ദൈവത്തോടുകൂടെ നടക്കുവാൻ വേണ്ടി ദൈവം ഹാനോക്കിനെ തെരഞ്ഞെടുത്തു എന്നുള്ളതാണ് സത്യം. തിരുവചനത്തെ നമ്മൾ പഠിക്കുമ്പോൾ മനസാക്ഷി യുഗത്തിൽ നിന്നും ന്യായപ്രമാണ യുഗത്തിൽ നിന്നും 2 പേരെ ദൈവം മരണം കാണാതെ ഉടലോടെ സ്വർഗത്തിൽ എടുത്തുകൊണ്ടു എന്നൊക്കെ വചനാടിസ്ഥാനത്തിൽ നമ്മൾ പഠിക്കാറുണ്ടെങ്കിലും അങ്ങനെയുള്ള ഒരു പഠനത്തിലേക്കല്ല ദൈവാത്മാവ് നമ്മെ കൊണ്ടുപോകുന്നത്. ദൈവത്തിന് ഹാനോക്കിന്റെ ജീവിതം എടുത്ത് കാണിച്ചുകൊണ്ട് ദൈവാത്മാവ് നമ്മോട് ചില സന്ദേശങ്ങൾ തരുവാൻ ആഗ്രഹിക്കുന്നു. നമ്മളെല്ലാവരും ചിന്തിക്കും, ഒരുപക്ഷെങ്കിൽ നമുക്ക് ഈ ലോക ജീവിതത്തിൽ വിശുദ്ധിയുള്ള ഒരു പൂർണ്ണതയുള്ള അല്ലെങ്കിൽ ഒരു ദൈവീകമായ ഒരു പക്വതയുള്ള ഒരു ജീവിതം ചെയ്യുവാൻ വളരെ ബുദ്ധിമുട്ടാണെന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടാകാം. എന്നാൽ തിരുവചനം പഠിച്ചു നോക്കുമ്പോൾ ദൈവം തിരഞ്ഞെടുക്കുന്ന ചില വ്യക്തികൾ അവരൊരു പക്ഷെങ്കിൽ കുടുംബസ്ഥരായിരിക്കാം, അല്ലെങ്കിൽ കുടുംബമുള്ളവരായിരിക്കാം, ഭാര്യയും കുഞ്ഞുങ്ങളും ഒക്കെ കാണും. ഇതൊന്നുമില്ലാത്തവരും കാണും. ഏലിയാവിന് കുടുംബങ്ങളൊന്നുമില്ലായിരുന്നെങ്കിലും ദൈവം തന്നെ ഉടലോടെ സ്വർഗത്തിലേക്ക് എടുക്കുവാൻ ദൈവം തന്നിൽ പ്രസാദിച്ചു. അതൊക്കെ ദൈവത്തിന്റെ പദ്ധതികളിൽപ്പെട്ട വിഷയമാണ്. എന്നാൽ ഹാനോക്കിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് കുടുംബമുണ്ട്. 300 വർഷം താൻ ജീവനോടെ ഇരുന്ന് താൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. ഐശ്വര്യപൂർണമായ ഒരു കുടുംബജീവിതം ചെയ്യുന്നു. ആ കുടുംബത്തിന് അന്വേഷിക്കുവാൻ ആഹാരത്തിനും വസ്ത്രത്തിനും അവരുടെ ആവശ്യങ്ങൾക്കെല്ലാം ആ പിതാവ് എന്നുള്ള രീതിയിൽ തൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റുന്നു. ഈ ഭൂമിയിൽ താൻ ഒരു സാക്ഷ്യമുള്ള വ്യക്തിയായി തൻ്റെ ജീവിതം നടത്തിക്കൊണ്ടുപോകുന്നു. അപ്പോൾ ദൈവത്തോടുകൂടെ നടക്കുവാൻ കുടുംബജീവിതമല്ല പ്രതിസന്ധി, മനുഷ്യന്റെ വ്യക്തിപരമായ അനുഭവവും ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പുമാണ് എന്നർത്ഥം. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവം നമ്മിൽ പ്രസാദിക്കുമ്പോൾ, അപ്പോൾ ദൈവം നമ്മിൽ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ദൈവത്തോടുകൂടെ നടക്കുവാനുള്ളതായ ഒരു ചാനൽ ദൈവം നമുക്കായി സൃഷ്ടിക്കും. അതെല്ലാ മനുഷ്യർക്കും കണ്ടുപിടിക്കാൻ കഴിയില്ല. ഒരു പക്ഷെങ്കിൽ ഹാനോക്കിനെ കാണാതായപ്പോൾ നാട്ടുകാരെല്ലാം അന്വേഷിച്ചു കാണും, കുടുംബക്കാർ അന്വേഷിച്ചു കാണും, കുഞ്ഞുങ്ങൾ അന്വേഷിച്ചു കാണും. എന്നാൽ ആർക്കും പിടികിട്ടാത്തൊരു വിഷയമായിരുന്നെങ്കിലും ചില ഏറിയ വർഷങ്ങൾക്ക് ശേഷം
ദൈവപുരുഷനായ മോശ ചരിത്രം എഴുതുമ്പോൾ താൻ എഴുതുകയാണ്, ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നതിനാൽ ദൈവം അവനെ എടുത്തുകൊണ്ടു, അതിനാൽ അവനെ കാണാതെയായി. നോക്കൂ, വർഷങ്ങൾക്ക് ശേഷമാണ് ആ കണ്ടുപിടുത്തം രേഖയായി വരുന്നത്. അപ്പോൾ അത്രയും നാൾ ഒരു അന്വേഷണം നടന്നു കാണുമായിരിക്കാം. ദൈവത്തിന്റെ ആത്മാവ് വളരെ വിലയേറിയതായ ആ വചനം, ആ രഹസ്യം മോശയ്ക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അതിനു മുമ്പ് ആരും സംസാരിച്ചിട്ടില്ലാത്തതായ ഒരു കാര്യം, ഒരു വ്യക്തി ഇങ്ങനെ കാണാതായി എന്നുള്ളതല്ലാതെ മറ്റൊന്നും അറിയത്തില്ല എങ്കിലും ഒരു ദൈവപുരുഷൻ അത് വെളിപ്പെട്ടു. നമ്മൾ ദൈവത്തോടു കൂടെ നടക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മനുഷ്യർ പലതും പറയും, പലതും ചിന്തിക്കും, കെട്ടുകഥകൾ ഉണ്ടാക്കും, അല്ലെങ്കിൽ അനേക ഇമാജിനറി അല്ലെങ്കിൽ അവർ തന്നെ ഊഹാപോഹങ്ങൾ പലതും പറയും. ആ വ്യക്തി അങ്ങനെ ആയിരുന്നു, ഇങ്ങനെയായിരുന്നു, എവിടെയെങ്കിലും ചെന്ന് കൊലപ്പെട്ട് കാണും, വന്യമൃഗങ്ങൾ കൊന്നു കാണും, അതായിരുന്നു എന്നൊക്കെ പലരും പല കഥകളൊക്കെ കെട്ടിച്ചമച്ചേക്കാം. എന്നാൽ ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്ന ആ സംഭവം ഒരു ദൈവപുരുഷന് ആത്മാവിൽ വെളിപ്പെട്ടു എന്നതാണ് സത്യം. അദ്ദേഹം അത് രേഖയിൽ വംശാവലിയെ എഴുതുമ്പോൾ അത് രേഖാമൂലം തിരുവചനത്തിൽ ദൈവത്തിന്റെ ന്യായപ്രമാണ പുസ്തകത്തിൽ അത് ഇടം കൊള്ളിച്ച് ദൈവവും മനുഷ്യനുമായിട്ടുള്ളതായ ബന്ധത്തിന്റെ ദൃഢത ഏതെല്ലാം തലങ്ങളിൽ ഏതെല്ലാം സാഹചര്യങ്ങളിൽ ഉളവായി വരുന്നു എന്ന് വരുവാനിരിക്കുന്ന തലമുറകൾ ഗ്രഹിക്കുവാൻ, നമുക്കെല്ലാവർക്കും ഗ്രഹിക്കുവാൻ അത് വചനത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ ജീവിതത്തിലെ ദൈവത്തോട് നാം ചെയ്യുന്നതായ ഉടമ്പടികൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ നിലപാടുകൾ, വ്യക്തിപരമായി നാം മെയിൻറ്റെയിൻ ചെയ്യുന്ന വിശുദ്ധീകരിക്കപ്പെട്ടതായ ഒരവസ്ഥ, അത് നമ്മുടെ ഇഹലോക ജീവിതത്തിലെ നമ്മുടെ ദിനചര്യകൾ അതിന് തടസ്സം നിൽക്കുന്നില്ല. ഏത് തലത്തിലും മനുഷ്യന് ദൈവത്തോടുകൂടെ നടക്കുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. അതെല്ലാം മനുഷ്യർക്കും അത് കണ്ട് സാക്ഷ്യപ്പെടുത്തണമെന്നില്ല. ചിലർ അതിന് വിപരീതമായിട്ട് പല അനേക വിധമായിട്ടുള്ളതായ വ്യാഖ്യാനങ്ങൾ ചിലപ്പോൾ കൊടുത്തെന്നിരിക്കാം. എന്നാൽ പ്രിയപ്പെട്ട ദൈവ പൈതലേ, ഈ പകൽക്കാലം, ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് തരുന്ന ഒരു നല്ല പ്രബോധനം, നീയും ദൈവവുമായിട്ടുള്ളതായ ബന്ധം മറ്റുള്ളവർക്ക് ചിലപ്പോൾ വെളിപ്പെട്ടെന്ന് വരില്ല. എന്നാൽ ഭക്തിയുള്ള ഒരു ദൈവപുരുഷൻ, പരമാർത്ഥതയോടുകൂടി ആത്മാർത്ഥതയോടെ ആത്മാവിൽ വിവേചനം ചെയ്യുന്ന ഒരു ദൈവപുരുഷന് അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാകും. മാനുഷിക കണ്ണുകളാൽ ഇത്രേ പറയാൻ കഴിയുള്ളൂ, അവനെ കാണാതെയായി. ദൈവത്തിന് സ്തോത്രം. മനുഷ്യരുടെ മുൻപിൽ അവനെ കാണാതെയായി എങ്കിൽ ദൈവത്തിന്റെ മുൻപിൽ അവനെ കണ്ടുകൊണ്ടിരിക്കുന്ന, അങ്ങനെയാണ് മോശ അവനെ ദൈവത്തോടുകൂടെ കാണുന്നത്. മോശ ദൈവത്തിന്റെ സന്നിധിയിൽ കയറി പോവുകയും ദൈവത്തോട് സംസാരിക്കുകയും വ്യക്തിപരമായി ഇടപെടുകയും ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും ദൈവത്തിന്റെ തേജസ്സിനെ ദർശിക്കുകയും ഒക്കെ ചെയ്തതായ ഒരു മനുഷ്യനാണ് മോശ. മോശയ്ക്ക് ഹാനോക്കിനെ കാണുവാൻ കഴിഞ്ഞു. മോശയ്ക്ക് ഹാനോക്കിനെ ദർശിക്കുവാൻ കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ടെന്നാൽ മോശയെക്കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നത് ദൈവപുരുഷനായ മോശ, അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ കയറി പോകുന്നവനും ദൈവത്തോട് സംസാരിക്കുന്നവനും അവന്റെ സംശയങ്ങൾ ദൈവത്തോട് ചോദിക്കുന്നവനുമാണ്. അങ്ങനെയാണ് ന്യായപ്രമാണ പുസ്തകം ഒക്കെ നമുക്കറിഞ്ഞുകൂടാത്ത അനേക കാര്യങ്ങൾ മോശ തന്റെ പുസ്തകത്തിൽ എഴുതുവാൻ ദൈവത്തോട് ചോദിച്ചു. ഇന്ന വ്യക്തി എവിടെ? അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് തീർച്ചയായിട്ടും മോശയ്ക്ക് വെളിപ്പെടുത്തി കാണും, അവനെ ഞാൻ എന്നോടുകൂടെ നടന്നതിനാൽ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ അനന്തമായ പദ്ധതിയുടെ ഓരോരോ സമയങ്ങളിൽ ദൈവം ചെയ്യുന്ന, ഈ തലമുറകളോട് ദൈവം ചെയ്യുന്നതായ ചില അർത്ഥപൂർണമായിട്ടുള്ളതായ ചില പദ്ധതികൾക്ക് വേണ്ടി ആയിരിക്കാം ദൈവം അങ്ങനെ ചെയ്തത്. എങ്കിലും അതെല്ലാവർക്കും വെളിപ്പെട്ടെന്നിരിക്കയില്ല. ഇതിൽ നിന്ന് നമുക്ക് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഉൾക്കൊള്ളുവാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതചര്യകൾ, നമ്മുടെ ഉദ്യോഗം, നമ്മുടെ കുടുംബ ജീവിതം, നമ്മുടെ സാമൂഹിക ജീവിതം, ഈ ലോകത്തിലെ
ജീവിതമൊക്കെയും മാനുഷിക ജീവിതങ്ങളും ആ സഞ്ചാരങ്ങളും നാം ഇടപെടുന്നതായ വിഷയങ്ങളും ഒന്നും തന്നെ ദൈവത്തോടുകൂടെ നടക്കുവാൻ പ്രതിസന്ധിയായി തീരുന്നില്ല, അല്ലെങ്കിൽ അതിനൊക്കെ പ്രതിബദ്ധമായി അതൊന്നും തീരുന്നില്ല. എന്നാൽ നമ്മൾ വ്യക്തിപരമായി ദൈവത്തോട് ചെയ്യുന്നതായ ചില ഉടമ്പടിയിലും താല്പര്യങ്ങളും ദൈവത്തിന്റെ ആത്മാവ് നമ്മെ മാനിക്കുമ്പോൾ, നമ്മെ അതിനായി തിരഞ്ഞെടുക്കുമ്പോൾ നമുക്കത് സാധ്യമാകുന്നു എന്നുള്ളതാണ് സത്യം. തീർച്ചയായിട്ടും ഹാനോക്ക് ഈ ലോകത്തിൽ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്, ഒരു പച്ച മനുഷ്യനാണ്. ആ പച്ച മനുഷ്യന് ദൈവത്തിന്റെ മുഖത്തെ കാണുവാൻ കഴിയുകയില്ല. അങ്ങനെയെങ്കിൽ ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു എന്നുള്ളത് സ്വർഗത്തിൽ നടന്നതായിരിക്കില്ല, ഈ ഭൂമിയിൽ ദൈവത്തോടുകൂടെ നടക്കുന്ന ഒരു അനുഭവമുണ്ട്. ഈ ഭൂമിയിലെ ജീവിതത്തിൽ ദൈവത്തോടുകൂടെ നടക്കുവാൻ മനുഷ്യന് സാധിക്കും. നീതിപൂർണമായ ഒരു ജീവിതം ചെയ്യുവാൻ മനുഷ്യന് സാധിക്കും. യോബിനെ കുറിച്ച് ദൈവം സാക്ഷ്യം പറയുന്നുണ്ട്. ഹാനോക്കിനെ കുറിച്ച് ദൈവം സാക്ഷ്യപ്പെടുത്തുന്നു മോശയിൽ കൂടെ. ഏലിയാവിനെ കുറിച്ച് ദൈവം സാക്ഷ്യപ്പെടുത്തുന്നു. മോശയെ കുറിച്ച് ദൈവം സാക്ഷ്യപ്പെടുത്തുന്നു. അങ്ങനെ ഓരോരോ വ്യക്തികൾ, ഭക്തന്മാരെ കുറിച്ചൊക്കെയും അബ്രഹാമിനെ കുറിച്ച് ദൈവം സാക്ഷ്യപ്പെടുത്തുന്നില്ലേ? വിശ്വാസവീരന്മാരെ കുറിച്ച്, ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതായ ആദ്യപിതാക്കന്മാരെ കുറിച്ച്, അനേക വിശുദ്ധന്മാരെ, പുതിയ നിയമത്തിലെ വിശുദ്ധന്മാരെ കുറിച്ച്, അങ്ങനെയൊക്കെ ദൈവത്തോടു കൂടെ നടക്കുന്നവർ ആരൊക്കെയുണ്ടോ അവരെയൊക്കെ ദൈവത്തിന്റെ വചനം നമ്മെ പരിചയപ്പെടുത്തി കാണിക്കുന്നു. അവർ ദൈവത്തോടു കൂടെ നടന്നു, ദൈവത്തോടു കൂടെ നടക്കുന്നു. അപ്പോൾ ഈ ഭൂമിയിൽ ദൈവത്തോടുകൂടെ നടക്കുന്ന വിശുദ്ധന്മാരുണ്ട് എന്നർത്ഥം. ആ വിശുദ്ധന്മാരുടെ യോഗ്യത എന്ന് പറയുന്നത് നമ്മുടെ കണ്ണുകൊണ്ട്, മാനുഷിക കണ്ണുകൊണ്ട് കാണുന്നതും നമ്മൾ നിർവചിക്കുന്നതുമായ യോഗ്യതയല്ല. അത് ദൈവത്താൽ നിഷ്കർഷിക്കപ്പെട്ടതായ, വ്യക്തിപരമായി ദൈവവും ആ മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന യോഗ്യതകളാണ്. അത് നമ്മുടെ മനസ്സാക്ഷിയോട് നമ്മളോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കും. നമ്മൾ ദൈവത്തിൽ നിന്ന് അല്ലെങ്കിൽ അകന്നു പോയാൽ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് ആ അകലം നമ്മെ കാണിക്കും. എത്രമാത്രം ദൈവത്തിൽ നിന്ന് നമ്മൾ അകന്നിരിക്കുന്നു എന്ന് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും. എന്നാൽ ദൈവത്തോടു കൂടെ അടുത്തിരിക്കുമ്പോൾ ദൈവത്തിന് നമ്മുടെ ആത്മാവ് തന്നെ, മനസ്സാക്ഷി തന്നെ ആ ദൈവത്തിന്റെ സാന്നിധ്യബോധം നമ്മളിൽ മുറ്റുമായും മറ്റുള്ളവർ കാണത്തക്ക രീതിയിലുള്ളതായ അനേക വ്യത്യാസങ്ങൾ കൊണ്ടുവരും. നമ്മുടെ മുഖത്തെ, നമ്മുടെ മനോഭാവം, നമ്മുടെ സംസാരം, നമ്മുടെ നോട്ടങ്ങൾ, നമ്മുടെ ഇടപാടുകളെല്ലാം നാം ദൈവത്തോടുകൂടെ നടക്കുന്നവനായിരുന്നോ ഇല്ലയോ എന്നുള്ളത് അത് നിർവചിക്കും. നോക്കൂ, പത്രോസിനെ കുറിച്ച്, യേശുവിനെ ക്രൂശീകരിക്കുവാൻ വേണ്ടി പീലാത്തോസിന്റെ മണ്ഡപത്തിൽ യേശുവിനെ കൊണ്ട് നിർത്തിയപ്പോൾ തനിക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ വേണ്ടി പത്രോസ് തണുപ്പിന്റെ കാഠിന്യത്താൽ തീ കായുന്നവരോടുകൂടെ ചേർന്ന് താൻ യേശുവിനോടുകൂടെ ഉള്ളവനല്ലെന്നുള്ള ഒരു ഭാവേന ആ തീ കാഞ്ഞുകൊണ്ട് താൻ യേശുവിനെ കുറിച്ച് ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ബാല്യക്കാരത്തി വന്ന് പറഞ്ഞു, ഇവൻ അവനോടുകൂടെ ഉള്ളവനായിരുന്നു. പത്രോസ് പല പ്രാവശ്യം അതിനെ മറുതലിച്ച് പറയുവാനും അതിനെ നിരാകരിക്കുവാനും ശ്രമിച്ചുവെങ്കിലും അവൾ വീണ്ടും പറയുകയാണ്, നിന്റെ ഉച്ചാരണം നീ അവനോടുകൂടെ ഉള്ളവനായിരുന്നു എന്ന് വെളിപ്പെടുത്തുന്നില്ലേ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മുടെ പ്രൊനൗൺസിയേഷൻ, അറ്ററൻസ്, നമ്മുടെ നാവുകളുടെ വഴക്കം, നമ്മളുടെ നാവിന്റെ തഴക്കം, നമ്മുടെ സംസാരത്തിന്റെ ശൈലി, നാം ഉപയോഗിക്കുന്ന വാക്കുകൾ, നാം ആരോടുകൂടെ നടന്നു എന്നുള്ളത് വെളിപ്പെടുത്തും. നമ്മുടെ ജീവിതത്തിലെ ഓരോ ചര്യകളും നാം എങ്ങനെയുള്ളവനെന്ന് ലോകത്തിനൊരു സാക്ഷ്യം കൊണ്ടുവരും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവരെല്ലാവരും നമ്മെക്കുറിച്ച് നന്നായി പറഞ്ഞു തന്നിരിക്കത്തില്ല. എന്നാൽ ദൈവത്തോടുകൂടെ നടക്കുന്നു എന്ന് അഭിനയിക്കുന്നവർ, അങ്ങനെയുള്ളവർ ചിലരുണ്ട്. അവർ നമ്മെ എന്ത് ചെയ്യും? കുറ്റം പറയും, നമ്മെ വിധിക്കും, നമ്മെ അന്യായമായി നമ്മെക്കുറിച്ച് സംസാരിക്കും, കെട്ടുകഥകൾ ഉണ്ടാക്കും. അവൻ അങ്ങനെയുള്ളവൻ, അവൻ ഇങ്ങനെയുള്ളവൻ എന്ന് ലോകത്തിൽ കള്ളപ്രചരണങ്ങൾ നടത്തും. എന്നാൽ ഒരു ദൈവപുരുഷൻ, മോശയെ പോലുള്ളതായ ഒരു ദൈവപുരുഷനോ, അവൻ ദൈവത്തോട് ആലോചന ചോദിക്കും, കർത്താവേ, ഇന്ന വ്യക്തിയെ കണ്ടില്ലല്ലോ, അവൻ എവിടെ? അവനെ കണ്ടില്ലെന്ന് ലോകം പറയുന്നു, പക്ഷെങ്കിൽ എനിക്ക് അവനെ അറിയണം. ഹാനോക്ക് എവിടെ? ദൈവത്തിന്റെ ആത്മാവ് മോശയ്ക്ക് വെളിപ്പെടുത്തുകയാണ്, അവൻ എന്നോടുകൂടെ നടന്നതിനാൽ ഞാൻ അവനെ എടുത്തു.
മോശെ അത് തന്റെ പുസ്തകത്തിൽ എഴുതി. ഹാനോക്ക് 300 വർഷം പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ഈ ലോകത്ത് തന്റെ ജീവിതങ്ങളിലെല്ലാം ലൗകിക ജീവിതം ചെയ്യും. എന്നാൽ അതേ സമയത്ത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം തനിക്കുണ്ടായിരുന്നു. ഭൂമിയിൽ ദൈവത്തോടുകൂടെ നടന്ന് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്ന ഒരു സ്വഭാവം തനിക്കുണ്ടായിരുന്നു. തന്റെ വാക്കുകളിൽ അതെല്ലാം വിശകലനമുണ്ട്. ഒരു ദിവസം ഹാനോക്കിനെ ദൈവം എടുത്തുകൊണ്ടതിനാൽ അവനെ കാണാതെയായി. മറ്റുള്ളവർ പറയുന്നത് പോലെയല്ല അവനെ കാണാതെയായത്. അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ ജീവനോടെ ഇരിക്കുന്നു. ഒരു ദിവസം ദൈവത്തിന്റെ ഒരു ദിവസം, യഹോവയുടെ ഒരു ദിവസം, അവൻ പ്രത്യക്ഷനാകുന്ന ഒരു ദിവസം കാണും. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യന് ശേഷിച്ചിരിക്കുന്നു എന്നുള്ള വചനത്തിന് പ്രകാരം തീർച്ചയായിട്ടും ദൈവത്തിന്റെ വചനത്തിന് പ്രകാരം ഹാനോക്ക് ഈ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു ദിവസം കാണുമായിരിക്കാം. ഇല്ലായെങ്കിൽ മനുഷ്യനെ ദൈവത്തിന് ന്യായം വിധിക്കുവാൻ കഴിയുകയില്ല. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ, ഈ ലോക ജീവിതത്തിൽ എത്ര കഷ്ടതയേറിയ സമയങ്ങളായിരുന്നാലും, നമ്മുടെ ജീവിതഭാരം എത്ര വലുതായിരുന്നാലും, നമ്മുടെ രോഗവും വേദനയും നിന്ദയും പരിഹാസവും എത്ര വലുതായിരുന്നാലും, ദൈവത്തോടുകൂടെ അതോടൊക്കെ ചേർന്ന് നമുക്ക് ദൈവത്തോടുകൂടെ നടക്കുവാൻ കഴിയും. ഒരു ദൈവ മനുഷ്യനായി ജീവിക്കുവാൻ കഴിയും. ആഗ്രഹിക്കുന്ന വ്യക്തി നിന്റെ വായ വിസ്താരത്തിൽ തുറക്കുമ്പോൾ വിശാലമുള്ള ഒരു ഹൃദയം നിനക്കുണ്ടെങ്കിൽ ആഗ്രഹിക്കുന്നവർ, വിശ്വസിക്കുന്നവർ ദൈവത്തിന്റെ മഹത്വത്തെ കാണും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും എന്നൊക്കെ ദൈവത്തിന്റെ വചനത്തിൽ വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തോടുകൂടെ നടക്കുവാൻ ഒരാഗ്രഹം നമുക്ക് ഈ പ്രഭാതത്തിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ദൈവമാണ് നമ്മെ നിയന്ത്രിക്കുന്നത്. മനുഷ്യരുടെ കാഴ്ചയിലും മനുഷ്യരുടെ വിധിയിലും മനുഷ്യരുടെ അഭിപ്രായങ്ങളിലുമല്ല. ദൈവവും നമ്മുമായിട്ടൊരു ബന്ധം, അത് ലോകത്തിന് തിരിച്ചറിയുവാൻ കഴിയാത്ത ശ്രേഷ്ഠമായ ഒരു ബന്ധം. അതത്ര ഭാഗ്യകരമായ ഒരു അവസ്ഥയാണ്. അതിനുവേണ്ടിയുള്ള ഒരു ദാഹം, ഒരു ജീവിതം, ഒരോട്ടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെ ദൈവം മാനിക്കും. ലോകത്തിന് അത് കാണുവാൻ കഴിയില്ല എങ്കിലും ദൈവപുരുഷന്മാർക്ക്, വിശുദ്ധന്മാർക്ക് അത് കാണുവാൻ കഴിയും. അത് കാണുവാൻ കഴിയാത്തവനേവനോ അവൻ ദൈവപുരുഷനല്ല എന്നുള്ളതും കൂടെ ദൈവത്തിന്റെ വചനം നമ്മെ വെളിപ്പെടുത്തുകയാണ്. ഈ പ്രഭാതത്തിൽ ദൈവം തന്നതായ വലിയ ആലോചനയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തോടുകൂടെ നടക്കുമ്പോൾ നമ്മുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ മാറും. ദൈവത്തോടുകൂടെ ദൈവത്തിന്റെ മുഖം കാണുമ്പോൾ, ഒരു പ്രഭാതം ദൈവത്തോടുകൂടെ നാം ആരംഭിക്കുമ്പോൾ, ദൈവത്തോടുകൂടെ ചെലവഴിക്കുമ്പോൾ, അത് നമ്മുടെ ജീവിതത്തിൽ എന്തെന്നില്ലാത്ത സമാധാനം, അത്ഭുതങ്ങളുടെ പാതകളിലേക്കുള്ള ഒരു പ്രവേശനം, ഒരാരംഭം നമ്മുടെ ജീവിതത്തിൽ നടക്കും. ഗോഡ് ബ്ലെസ് യു.